നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവൾക്ക് വേണ്ടെങ്കിലും ഇവള് പറ്റതാണല്ലോ വൈകമോളെ. കുഞ്ഞു മീനാക്ഷിയുടെ കയ്യിലല്ലേ. ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നു പേടിച്ചിട്ടായിരിക്കും ഇവളുടെ ടെൻഷൻ. ഇവർക്ക് വല്ലത് മനസ്സിലായിട്ടുണ്ടോ? ഇവരെനിക്കിട്ടൊന്നും താങ്ങിയതാണല്ലോ. എന്താ വല്ല വഴക്കുവാണോ? ഒന്നുമില്ലമ്മ, ഇവൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ. എന്താന്ന് ഞാൻ ചോദിച്ചതാ. ടെൻഷനോ? എന്നാ ഇവൾ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. വാചകോടി നാടകം കളിച്ച് എന്തോ നടത്തിയെടുക്കാനായിരിക്കും ഇവളുടെ പ്ലാൻ. വിഷം അടിച്ചാലേ എല്ലായ്പ്പോഴും രക്ഷപ്പെട്ടൊന്നും വരില്ല. അത് ഓർത്താ നല്ലത്. വാസവതി, എന്തായി പോയ കാര്യം? അമ്മേ, മൂസ ഹാജിയെ കണ്ടു. അദ്ദേഹം വേണ്ടത് ചെയ്തിട്ടുണ്ട്. എന്താ ഉണ്ടായതെന്ന് അറിയില്ലല്ലോ. അവിടെ വെച്ചും ഞങ്ങൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായേനെ. തക്ക സമയത്ത് പോലീസ് വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അയ്യോ, പക്ഷേ അത് ഞങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് പോലീസും ഗുണ്ടകളും തമ്മിലുള്ളതാണെന്ന എന്റെ ഒരു സംശയം. മൂസ ഹാജി ശ്രമിച്ചിട്ടും സാവിത്രിയിൽ നിന്ന് ആ ബാധ പോയതായി തോന്നുന്നില്ലല്ലോ. അതെ, സാവിത്രിച്ചിക്ക് ഒരു കുറവും തോന്നുന്നില്ല. അതെ, നമുക്ക് ഏതെങ്കിലും മന്ത്രവാദി വിളിപ്പിച്ചാലോ? എന്താണ് ഉണ്ടായെന്ന് അറിയാലോ. ബാധ ഒഴിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അമ്മേ, ഞങ്ങളുടെ അടുത്തൊരു മന്ത്രവാദിയുണ്ട്. ചുട്ട കോഴിയെയും വേവിച്ച താറാവിനെയും പറപ്പിക്കും. പേര് കുട്ടാടൻ പൂശാരി. ചുട്ട കോഴിയൊക്കെ പറപ്പിക്കുന്നവൻ വന്ന് എന്നെ ഇവിടുന്ന് പറപ്പിക്കൂ. കുട്ടാടൻ പൂശാരിയെയും കുട്ടനാടൻ കുട്ടപ്പനെയൊന്നും വേണ്ട. നമുക്ക് നല്ലൊരു മന്ത്രവാദിയെ കാണിക്കാം. എനിക്കാരെയും കാണണ്ട. എനിക്ക് കുറച്ച് അസ്വസ്ഥതയുണ്ട്. അത് ഞാൻ തന്നെ പരിഹരിച്ചോളാം. ഇനിയും കുറവില്ലെങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. അതാ നല്ലത്. അമ്മായിയുടെ മനസ്സ് ശാന്തമായി വരുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. അത് തന്നെ മോള് പറഞ്ഞ അതിന്റെ ശരി. ഇന്നൊരു ദിവസം കൂടെ ഇങ്ങനെ പോട്ടാമേ. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് നാളെ നന്ദിനി എടുത്ത് പറഞ്ഞ പോലെ ചെയ്യാം. ഇവൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ വീട്ടുകാർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഇവളെന്തിനാ ഇടയ്ക്ക് കയറി നിൽക്കുന്നത്? എത്ര ചീത്ത കേട്ടാലും തൃപ്തി വരാത്തവരോട് എന്തു പറയാനാ മോളെ? നിങ്ങൾ കയറുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.